തൊട്ടാൽ കുരുക്കാത്ത നുണ മുഖ്യമന്ത്രി. അപ്പൊ ഈ 2 ഇനങ്ങളിൽ മാത്രം ഏതാണ്ട് 1 കോടിക്കടുത്ത് അപഹരണം നടന്നിട്ടുണ്ട് എന്നതാണ് നേരത്തെ പാർട്ടിയുടെ മുമ്പിൽ തന്നെ ഞാൻ അവതരിപ്പിച്ച കണക്ക്. അതിലൊന്നും ഒരർത്ഥമില്ല. 2016 നോട്ട് നിരോധനം. 2019, 2020 കാലത്താണ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. അതിൻ്റെ കൃത്യമായ തീയതി ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. ഏതൊക്കെ തീയതിക്ക് പണം മാറ്റി എന്നതിനെ സംബന്ധിച്ച് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ നോട്ട് നിരോധനവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതാണ് ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ട്. അത് ഓരോ കാലത്തും വരുന്ന ഏരിയ സെക്രട്ടറിമാരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിക്ഷേപിച്ച സംഖ്യ ചെലവിലും അതിൽ നിന്ന് പിൻവലിക്കുന്ന സംഖ്യ ഏരിയ കമ്മിറ്റിയുടെ വരവിലും വരേണ്ടതാണ്. അപ്പോൾ ഈ പണമൊന്നും ഏരിയ കമ്മിറ്റിയുടെ വരവ് ചെലവ് കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല. അല്ല, നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെ. പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസ് നേരത്തെ പുറത്തുവിട്ടിട്ടില്ല. അതിപ്പോൾ പുറത്തുവിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഡീറ്റെയിൽസ് പുറത്തുവിടാനുണ്ട്. അത് ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ പുറത്തുവിടും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. പോരാട്ടം തുടരുക. പോരാട്ടത്തിനല്ലേ ഞാനിപ്പോൾ തയ്യാറായിരിക്കുന്നത്. വിടും. അല്ല, അതൊക്കെ വരട്ടെ. അതിലൊന്നും ഒരർത്ഥമില്ല. കാരണം CPM-ന് 4 MP-മാരുണ്ട്. അതിൽ 3 പേരും ജയിച്ച് MP-മാരായി തുടരുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങിക്കൊണ്ടാണ്. തമിഴ്നാട്ടിലെ 2 MP-മാരും രാജസ്ഥാനിലെ 1 MP-യും കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് MP-മാരായി തുടരുന്നത്. അപ്പോൾ CPM-ന് അത് പറ്റും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എന്നെ പിന്തുണക്കാൻ തയ്യാറാകുന്നവരുടെ വോട്ട് വാങ്ങിക്കൂടാ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വല്ലാതെ വേവിലാതി പയ്യന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. വിജയിച്ചു വരാൻ പറഞ്ഞു, ആശംസിച്ചു, അത്രയേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.